മാഷേ, വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുക. നമ്മുടെ ഈ കേരളത്തിൽ നടന്ന നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ, അതായത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു സ്വാധീനം കാണുന്നുണ്ടോ, ദർശിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ശരിയായിട്ടുള്ള കണക്കുകൾ, അതായത് വോട്ടിംഗ് പേഴ്സൻറ്റേജിൻ്റെ കണക്കുകൾ, അത് വളരെ പ്രധാനമാണ്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ, അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേയാണ് നമ്മളത് വന്നിട്ട് വേണം അതിൻ്റെ വിശകലനം നടത്താൻ. പക്ഷേ അതിനു മുമ്പേ ഈ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ സ്വാധീനം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കേരള മലബാർ മേഖല ഉൾപ്പെടെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. അത് ഉണ്ട് എന്ന് വേണം കരുതാൻ. 2-3 തരത്തിലാണ് അത് വന്നത്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാള് 9-ാം തീയതിയും 11-ാം തീയതി ആയിരുന്നു ഇലക്ഷൻ. അതിന്റെ തൊട്ട് മുമ്പ് 7-ാം തീയതി എന്ന് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് ജോസ് കെ മാണി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ജോസ് കെ മാണി പറഞ്ഞ അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വത്വ രാഷ്ട്രീയമാണ്. സാധാരണ രീതിയിൽ ക്രിസ്ത്യൻ പാർട്ടി അല്ല കേരള കോൺഗ്രസ് എന്ന് പറയുമെങ്കിലും ക്രിസ്ത്യൻ പാർട്ടി ആണല്ലോ. അത് മറയില്ലാതെ അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യക്ഷമായ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ UDF-ന്റെ കൊടുങ്കാറ്റിൽ ജോസ് കെ മാണി ആടി ഒലഞ്ഞു പോവുകയും UDF-ന് മെജോറിറ്റി കിട്ടിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്, നമ്മുടെ PJ ജോസഫിന്റെ ഗ്രൂപ്പ് മുന്നേറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് LDF-ൽ നിന്ന് വല്ലാതെ ചോർന്നു പോകുന്നു എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ഈ ക്രിസ്ത്യൻ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ സമീപിക്കുന്നതിൽ ആരാണ് വിജയിച്ചത്? അപ്പോൾ വലിയ തോതിൽ അതിന്റെ വിജയം കണ്ടത് ഒന്ന് UDF-ന് കിട്ടിയതിനേക്കാൾ അതിന്റെ നേട്ടം കിട്ടിയത് BJP-ക്കാണ്. അപ്പൊ ഈ ഐഡന്റിറ്റി, ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ആര് അഡ്രസ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു വലിയ നഷ്ടം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിനാണ്. ഇനി അവരെ പരിശോധിക്കേണ്ടതാണ്. 2, ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകാനുള്ള 7 പോയിന്റ്സ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 7 പോയിന്റ്സിൽ സാറ് ചോദിച്ച കാര്യം ആദ്യം പറയാം. 7 പോയിന്റ്സിൽ 2-3 പ്രധാനപ്പെട്ട പോയിന്റ്സ് സാറ് ചോദിച്ച ഐഡന്റിറ്റി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് CPM ടാർഗറ്റിംഗ് ജമാഅത്തെ ഇസ്ലാമി ലെഡ് ടു മൈനോറിറ്റി കൺസോളിഡേഷൻ. CPM ജമാഅത്തെ ഇസ്ലാമിയെ ആവർത്തിച്ച് ടാർഗറ്റ് ചെയ്തപ്പോ ജമാഅത്തെ ഇസ്ലാമി ഒരു നിസ്സാര സംഘടന, ഒന്നുമല്ലാത്തൊരു സംഘടനയാണ്. പക്ഷെ അവർ വിജയിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ പോലെ 0.000 അത്രേ ഉള്ളൂ. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ ആവർത്തിച്ച് CPM ടാർഗറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത്, ജമാഅത്തെ ഇസ്ലാമി പതിവ് പോലെ അവരെ അവസരം ഉപയോഗിച്ചു. ജമാഅത്തിനെ ആര് വിമർശിച്ചാലും അവരുടെ തന്ത്രം എന്താണെന്നറിയോ? ഞങ്ങൾക്കെതിരെ ഉടനെ സമുദായത്തിന്റെ ഈ കുപ്പായത്തിനകത്ത് ഒളിക്കും. വിമർശനമൊന്നും ഞങ്ങൾക്കെതിരെ അല്ല, ഇസ്ലാമിനെതിരെയാണ്. അതിൽ വിജയിച്ചു. ആ ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വേണം കരുതാൻ. അതാണ് ഇപ്പോ ഈ എക്സ്പ്രസിന്റെ വിലയിരുത്തൽ. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ CPM ടാർഗറ്റ് ചെയ്തപ്പോ ജമാഅത്ത് അല്ല തോറ്റുപോകുന്നത്, ജമാഅത്തിന്റെ ചെലവിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു. അത് മൊത്തം CPM-നെതിരായി, ഇടതുപക്ഷത്തിനെതിരായിട്ട് പോയി. ഒരു ഘടകം. 2, ക്രിസ്ത്യൻ വോട്ട്. അത് മറ്റൊരു ഘടകം പറയുന്നത് അങ്ങനെയാണ്. ഈ ക്രിസ്ത്യൻ ലോസ് ഓഫ് സപ്പോർട്ട് ഫ്രം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ സെൻട്രൽ കേരള, മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്ത് നിന്ന് വല്ലാതെ ചോർന്നു പോകുന്നുണ്ട്. അത് കുറച്ചു കാലമായി ആ പ്രവണത തുടങ്ങിയിട്ട് അത് BJP-ക്ക് കിട്ടുന്നത് ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ മേജർ പോർഷൻ ഇത്തവണ UDF-നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റിയെയും പ്രധാനമായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്ന ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ആരാന്നറിയോ? വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? വെള്ളാപ്പള്ളി ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തു. അതും ക്രിസ്ത്യാനികളെ വളരെ ബോധപൂർവ്വം മാറ്റി നിർത്തിയിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കൺസോളിഡേഷന് അത് സഹായകമായി. മാത്രമല്ല അത് ആസ് എൻ ബ്ലോക്ക് ആയിട്ട് ഇടതുപക്ഷത്ത് നിന്ന് പോകാനും കാരണമായി. എന്ന് പറഞ്ഞാൽ ഈഴവ പൊളിറ്റിക്സ് അപ്പൊ അതുകൊണ്ട് പരാജയപ്പെട്ടത് ആരാണ്? ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐഡന്റിറ്റിയെ കൂടെ നിർത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ അതിന്റെ പേരിലാണ് ഉപയോഗിച്ചത്. ആഗോള സംഗമത്തിലും എല്ലാം. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ വോട്ട് മൊത്തമായി UDF-ലേക്ക് പോയി എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ സമുദായവും പതുക്കെ ഈ ക്യാമ്പയിൻ, നഗ്നമായ ഈ വർഗീയ ക്യാമ്പയിനോട് മുഖം തിരിച്ചു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് കിട്ടേണ്ടത് പരമ്പരാഗത സെക്കുലർ വോട്ടുകളാണല്ലോ. ആ വോട്ടുകൾ അന്തം വിട്ടുപോയി. വെള്ളാപ്പള്ളിയെ കാറ് കയറ്റിക്കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി, വെള്ളാപ്പള്ളി ചീറ്റുന്ന എല്ലാ വർഗീയ വേഷത്തെയും പിന്തുണക്കുന്ന മുഖ്യമന്ത്രി, വെള്ളാപ്പള്ളി കുമാരനാശാനേക്കാൾ മഹാനാണെന്ന് പോയി പ്രസംഗിക്കുന്ന
മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. മാത്രമല്ല നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി ഇപ്പോഴും വെള്ളാപ്പള്ളിയെ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരായി താരതമ്യേന കേരളത്തിലെ ഈ ഭൂരിപക്ഷ മനസ്സ്, അതിലും നല്ലൊരു ശതമാനം ഈ ഈഴവ OBC ഹിന്ദു വോട്ടുകൾ സെക്കുലറാണ്, അവരുടെ വോട്ടും പോയി. അപ്പൊ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇടതുപക്ഷം നന്നായി കളിച്ചു. ഇടതുപക്ഷമാണ് ഏറ്റവും നന്നായി കളിച്ചത്. പക്ഷെ അത് തോറ്റ കളിയാണെന്ന് കളിക്കാൻ തുടങ്ങുമ്പോഴേ അറിയണമായിരുന്നു. അത് അറിഞ്ഞില്ല. ആ കളി തോറ്റുപോയി എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത്. മറ്റു കാരണങ്ങൾ വേറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആന്റി ഇൻക്യൂംബൻസി ഉണ്ടായിരുന്നു, അത് വേറെ ക്യാമ്പയിനുകൾ കൊണ്ട് ഒന്നും മറച്ചു വെക്കാൻ പറ്റിയതല്ല. ഇൻകുംബൻസി വോട്ടുകൾ ഇല്ലായിരുന്നു എന്ന് അർത്ഥം. അതെ, തീർച്ചയായിട്ടും ഇൻക്യൂംബൻസി വോട്ടുകൾ ഉണ്ടായിരുന്നില്ല. ആന്റി ഇൻക്യൂംബൻസി വോട്ടുകളാണ് കൂടുതലും ഉണ്ടായത്. അത് തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും മാരകമായ പരിക്കേൽപ്പിച്ചത് ശബരിമലയാണ്. അത് എത്ര അവഗണിച്ചാലും പറ്റില്ല. പിന്നെ ഏശാതെ പോയ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ, ഏശാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്താ? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ക്യാമ്പയിൻ തിരിച്ചടിച്ചു, നെഗറ്റീവ് ഫലം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്യാമ്പയിൻ ഏശിയതുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോൺഗ്രസ് സ്കോർ ചെയ്തു, അഡ്വാൻസ് ആയിട്ട് സ്കോർ ചെയ്തു. അതുകൊണ്ട് അത് അവർക്ക് ഗുണം ചെയ്തു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികെട്ടവനാണ് എന്ന് പിണറായി പറയും തോറും അത് ഓരോ പറച്ചിലും ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി തീർന്നു. ഇങ്ങനെയുള്ള ഘടകങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ആനുകൂല്യങ്ങൾ വാരിക്കൊരുത്തിട്ട് ജയിച്ചു കളയാം. അതൊരു അത് കുറച്ചു കാലമായിട്ട് എല്ലാവരുടെയും തന്ത്രമാണല്ലോ. ഇലക്ഷന്റെ തലേന്ന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക. ബീഹാർ ഇലക്ഷനിൽ അത് ചെയ്തു. എന്താണ്, ഓരോ കുടുംബത്തിലേക്കും 10,000 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചില്ല സ്ത്രീകൾക്ക്. അപ്പോ അത്തരം ആനുകൂല്യങ്ങൾ ഇവിടെ പെൻഷൻ പെട്ടെന്ന് കൂട്ടുക, ഈ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുക. ഈ ആനുകൂല്യങ്ങളൊക്കെ ഒരു തമിഴ്നാട് മോഡലായിരുന്നു പണ്ട് എങ്കിൽ, അത് കേരളത്തിൽ ഇപ്പോ അത് ഏശിയില്ല. കാരണം അങ്ങനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിക്കേണ്ട എന്ന നയം വന്നു. പക്ഷേ ഞാനൊരു ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, നമ്മുടെ ഈ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്തിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കഥ ഞാൻ പറയാം. പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ അമ്മായിയമ്മ മരുമകൾ പോര് ഇപ്പോഴും ഉണ്ട്, പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോര് നടക്കുന്ന സ്ഥലത്ത് ഈ മരുമകളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ, ആർക്കെന്തെങ്കിലും കൊടുക്കാൻ സമ്മതിക്കില്ല. ആർക്കെങ്കിലും ഭിക്ഷക്കാർക്ക് 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ 10 പൈസ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഭിക്ഷക്കാരനെ തിരിച്ചു വാങ്ങിയിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഞാനാണ് തരേണ്ട, അവളല്ല എന്ന് പറഞ്ഞിട്ട് അധികാരം കാണിക്കുന്ന ഒരാളാണ്. അവസാനം സഹിക്കാൻ വയ്യാഞ്ഞ് ഇതെല്ലാം കൂടെ അടിച്ചമർത്തി മനസ്സ് വെച്ചിട്ട് ഈ മരുമകൾ എന്ത് ചെയ്തു, അമ്മൂമ്മയുടെ പണ്ടം പോണേ മുഴുവനും കൂടെ പെട്ടീന്ന് എടുത്തിട്ട് ഒരൊറ്റ നിമിഷത്തെ ദേഷ്യത്തിന് അവർ കൊണ്ടുവന്നൊരു ഭിക്ഷക്കാരനോ മറ്റോ വന്ന് ആ സമയത്ത് എല്ലാം മുഴുവനും കൂടെ കൊണ്ടുപോക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നത് ഇതിരുന്നും കൊണ്ട് അഹങ്കരിക്കുകയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഒരു ലോട്ടറി അടിച്ചത് വലിയ വാസ്തവത്തിൽ UDF സംഘടനാ സംവിധാനമില്ല, യാതൊന്നുമില്ല, കോഹഷനില്ല, നേതൃത്വ നിരയിൽ നല്ല തല്ല് നടക്കുന്നുണ്ടായിരുന്നു, പൂര തല്ല് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദീസ്. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ വലിയൊരു ഭാഗ്യമായിട്ട് ഈ സന്ദിഗ്ധ വേളയിലും കോൺഗ്രസിനെ സഹായിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ. കാരണം വേറൊരു പാർട്ടി ഇല്ല വിശ്വസിക്കാവുന്നത്, ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മറ്റൊരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് തമ്മിൽ ഭേദം ഇവൻ തന്നെ എന്ന് പറഞ്ഞ് ഇവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. ഇത് പക്ഷെ പുതിയതല്ല സാർ. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും നെഗറ്റീവ് വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചു. UDF LDF എന്ന് പറയുന്നത് നമ്മുടെ മേന്മ കൊണ്ടല്ല, അവരന്റെ പരാജയം വോട്ടായി മാറിയിട്ടാണ് പലപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. മാഷ് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം ഞാൻ കോട്ടയത്തുകാരനായതുകൊണ്ട് പാലയിൽ നിന്ന് കൊണ്ടുവരാം. പാല എന്ന് പറഞ്ഞാൽ കരിങ്ങോലിക്കൽ കുടുംബം എന്ന് പറഞ്ഞ മാണിയുടെ തട്ടകമാണ് അറിയപ്പെടുന്ന. അദ്ദേഹത്തിൻ്റെ ഒരു DMKക്ക് ചെന്നൈ എങ്ങനെയാണോ അതുപോലൊരു സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ നോക്കൂ, ജോസ് കെ മാണി ഇടതുപാളയത്തിലേക്ക് പോയിട്ട് പണ്ടും പലർക്ക് ക്രിസ്ത്യാനികൾക്ക് അത് സുഖിച്ചിട്ട് ചെങ്കൊടിയുമായിട്ട് അവർക്ക് സാൽമ്യം പ്രാപിക്കാൻ കഴിയില്ല, സമീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഫലം നേരത്തെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ വന്നു കഴിഞ്ഞ് ജോസ് കെ മാണി ഇതിനോട് ചേർന്നതിൻ്റെ ഒരു വിദ്വേഷം ഇപ്പോഴാണ് വരുന്നത്. പറഞ്ഞ പാലയിലെ തട്ടകം ജോസ് കെ മാണിക്ക് നഷ്ടപ്പെട്ടു. KM മാണി നിലനിർത്തിയിരുന്ന ആ തട്ടകം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇവർക്ക് പോക്കറ്റുകൾ ഉണ്ടായിരുന്നു. ആ സകലമാന പോക്കറ്റുകളിലും UDFും അതുപോലെ തന്നെ BJPയും കയറി ആധിപത്യം നടത്തി. കോട്ടയത്ത് വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും തൊടുപുഴയിലാണ് ഏറ്റവും വലിയ അട്ടിമറി നടന്നത്. തൊടുപുഴയിലെന്ന് പറഞ്ഞാൽ PJ ജോസഫിൻ്റെ തട്ടകമാണത്. ആ തട്ടകത്തിൽ പിന്നെ UDF 1ാം സ്ഥാനം, NDA 2ാം സ്ഥാനം, 3ാം സ്ഥാനത്തേക്ക് അട്ടിമറിക്കപ്പെട്ടു. ജോസ് കെ മാണി കൂടെ ഉണ്ടായിട്ടും ആര്? LDF. ഇത് തന്നെ മാഷ് പറഞ്ഞ ആ കാര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സാധൂകരണവും
അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുതയുമാണ്. ശരി. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്. ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.